ഒരുപാട് നാളായി ഒന്നുകൂടെ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന സ്ഥലമാണ് മൂന്നാർ. ഇതിനു മുന്നേ വന്നപ്പോൾ കോമൺ പ്ലേസസ് ആയിട്ടുള്ള എക്കോ പോയിന്റ്, മാട്ടുപ്പെട്ടി ഡാം അവിടെയെല്ലാം പോയിട്ടുണ്ട്. പക്ഷേ വട്ടവട ആദ്യമായിട്ടാണ്. രാത്രി സ്റ്റേ ചെയ്തത് ഈ യൂക്കലിപ്റ്റസ് ട്രീസിന് ഇടയിലുള്ള മഡ് ക്യാബിനിലാണ്. വലിയ തണുപ്പില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ രാത്രി അവിടെ സ്റ്റേ ചെയ്യാൻ നല്ല രസമായിരുന്നു. രാവിലെ ട്രക്കിങ്ങിന് പോകുന്നതിന് മുന്നേ നമ്മളൊരു വാക്കിന് പോയി. അവിടെ ഉള്ള സ്ഥലങ്ങളെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, ബ്രെത്ത് ടേക്കിംഗ് വ്യൂസ് ആയിരുന്നു. നമ്മൾ ട്രക്കിങ്ങിന് പോയ സ്ഥലത്തെ വഴി വളരെ മോശമായിരുന്നു. അതുകൊണ്ട് അവിടെ കാറ് കൊണ്ടുപോകാൻ പറ്റില്ല. സ്റ്റേ ചെയ്ത സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ട ഒരു ഫാമിലിയുടെ കൂടെ നമ്മളൊരു ജീപ്പിലാണ് പോയത്. നമ്മൾ ആദ്യം പോയത് ഒരു ബ്ലാക്ക്ബെറി ഫാമിലോട്ടാണ്. അവിടെ സ്ട്രോബെറി ബെഡ്സും ഉണ്ടായിരുന്നു, വേറെ പല കൃഷികളും ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ജീപ്പ് ഡ്രൈവർ ഓരോ സ്ഥലത്തും ഏതൊക്കെ കൃഷികളാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ബ്ലാക്ക്ബെറി ബുഷസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ചെടികൾ നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. കളക്ട് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഒത്തിരി ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓരോ ഫ്രൂട്ട്സും തപ്പിയെടുക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. പോകുന്ന വഴിയെല്ലാം ഇതുപോലെ കത്തിക്കരിഞ്ഞ മരങ്ങളായിരുന്നു. അപ്പോൾ നമ്മുടെ ജീപ്പ് ഡ്രൈവർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, 2 ആഴ്ച മുന്നേ ഇവിടെ ഒരു കാട്ടുതീ ഉണ്ടായിരുന്നു. ഏക്കറുകളോളം മരങ്ങൾ ഇങ്ങനെ കത്തി നശിച്ചു പോയി. പിന്നീട് നമ്മൾ പോയത് ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെയാണ് നായാട്ട് സിനിമ ഷൂട്ട് ചെയ്തത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഇവിടെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. സൺലൈറ്റ് കൂടെ അടിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഷാഡോ വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചിൽ നമ്മൾ കുറച്ച് നേരം ഇരുന്നു. അവിടെ ഓർഗാനിക് ആയിട്ടുള്ള പ്ലംസും വേറെ ഫ്രൂട്ട്സും എല്ലാം വിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴുകാതെ തന്നെ കഴിച്ചോളാൻ അവർ നമ്മളോട് പറഞ്ഞു. അത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള പ്ലംസ് ആയിരുന്നു. വീണ്ടും വഴിയൊക്കെ നല്ല മോശമായിരുന്നു. വണ്ടർലായിലൊരു റൈഡിന് പോകുമ്പോലെ നമ്മൾ ആ ജീപ്പിലിരുന്നത്. നെക്സ്റ്റ് നിർത്തിയതും ഒരു വ്യൂ പോയിന്റിലാണ്. ഇത് ടോപ്പ് വ്യൂ എന്നാണ് പറയുന്നത്. ഇവിടെ മെയിൻലി ഇതുപോലുള്ള വ്യൂസാണ്. ഇറ്റ് വാസ് വെരി ഗുഡ് ഫോർ ദ സോൾ. നമ്മൾ പോയ ദിവസം വെതർ അടിപൊളിയായിരുന്നു. അധികം തണുപ്പൊന്നുമില്ല, നല്ല വെയിലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. നല്ല ക്രിസ്പ് വെതറായിരുന്നു. ഇറ്റ് വാസ് വെരി ഗുഡ്. അടുത്ത നമ്മൾ പോയത് ഒരു 5 ഏക്കറോളം ഉള്ള സ്ട്രോബെറി ഫാമിലോട്ടാണ്. ഇവിടെയാണ് സ്ട്രോബെറി കൃഷി എന്താണെന്ന് ഞാൻ ആക്ച്വലി കാണുന്നത്. അവിടെ വലിയ വലിയ സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു. വിളവെടുത്തതിന് ശേഷം സ്ട്രോബെറി ഫ്രൂട്ട്സ് ആയിട്ടും ജാമായിട്ടും വൈനായിട്ടും അവർ വെക്കുന്നുണ്ടായിരുന്നു. എന്നത് കാണിച്ചേ. അതിനുശേഷം സിൽവർ ഫോൾസ് എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിലോട്ടാണ് നമ്മൾ പോയത്. ഈ പോകുന്ന സ്ഥലങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അവിടെയെല്ലാം വഴി മോശമായിരുന്നു എന്നൊരു പരാതി മാത്രമേ ഉള്ളൂ. ആ വെള്ളച്ചാട്ടത്തിലോട്ട് എത്താനുള്ള വഴി ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. ആൻഡ് ഒരാൾക്ക് മാത്രമേ ഒരു സമയത്ത് അതുവഴി പോകാൻ പറ്റുള്ളായിരുന്നു. അടുത്തത് നമ്മൾ പോയത് ഹണി മ്യൂസിയത്തിലോട്ടാണ്. അവിടെ തേനീച്ചകളെക്കുറിച്ച് ഒരു ക്ലാസ് തന്നിട്ടാണ് അകത്തേക്ക് കയറ്റിയത്. ഇത് വെച്ചിരിക്കുന്ന ഒരു തേനീച്ചക്കൂടാണ്. ഇതിനകത്ത് 3 തരം ബീസുകളുണ്ട്. ഫീമെയിൽ ബീസ്, മെയിൽ ബീസ് ആൻഡ് ക്യൂൻ ബി, റാണി തേനീച്ച. ഫീമെയിൽ ബീസ് എന്ന് പറയുന്നത് വർക്കർ ബീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഫീമെയിൽ ബീസുകളാണ് കൂടിന് ആവശ്യമുള്ള തേനും പൂമ്പൊടിയും ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. കൂടിന് കാവലിരിക്കുന്നതൊക്കെ ഫീമെയിൽ ബീസുകളാണ്. മെയിൽ ബീസുകൾ ലേസി ബീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ മെയിൽ ബീസുകൾ ഫീമെയിൽ കൊണ്ടുവരുന്ന തേനും പൂമ്പൊടിയും ഒക്കെ കഴിച്ചു ചേർക്കുക എന്ന പണിയാണ് മെയിൽ ബീസുകളുടേത്. ആൻഡ് മെയിൽ ബീസുകൾ ക്യൂൻ ബിയുമായിട്ട് മേറ്റ് ചെയ്തതിനു ശേഷം മെയിൽ ബീസുകൾ ഡെത്ത് ആവുകയാണ് ചെയ്യുന്നത്. ക്യൂൻ ബി ഒരു ദിവസം 2000 എഗ്ഗുകൾ വരെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി റാണി തേനീച്ചയ്ക്ക് ഉണ്ടാവണം. ആ ഒരു കപ്പാസിറ്റി റാണി തേനീച്ചയ്ക്ക് ഇല്ല എന്ന് ഫീമെയിൽ ബീസുകൾ തോന്നിക്കഴിഞ്ഞാൽ ഫീമെയിൽ ബീസുകൾ തന്നെ
തന്നെ റാണി തേനീച്ചയെ കൊന്നിട്ട് വേറൊരു റാണിനെ അവർ സെലക്ട് ചെയ്തെടുക്കും. അവരെങ്ങനെയാണ് ഒരു ക്യൂവിനെ സെലക്ട് ചെയ്തെടുക്കുക? ഈ ഫീമെയിൽ ബീസുകളിലെ പ്രായം കുറഞ്ഞ ബീസുകൾ ഉണ്ടാവും, അതായത് ഒരു 1 to 15 ദിവസം മാത്രം പ്രായമുള്ള ബീസുകളെ സെലക്ട് ചെയ്ത് അവരുടെ ഈ ഒരു കൊമ്പ് ഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു ദ്രാവക രൂപത്തിലുള്ള ജെല്ലാണ് റോയൽ ജെല്ലി എന്ന് പറയുക. ഈ റോയൽ ജെല്ലി ഇവർ സ്ട്രോങ് ആയ സെല്ല് നോക്കി ഫീഡ് ചെയ്യും. ഇത് ഫീഡ് ചെയ്ത് ഒരു 16 ദിവസം കഴിയുമ്പോൾ അതിനകത്ത് ഓൾറെഡി ഒരു പുഴു പോലത്തെ തേനീച്ച ഉണ്ടാവും. ആ തേനീച്ച ഈ റോയൽ ജെല്ലി കഴിച്ചിട്ടായിരിക്കും വളർന്നു വരിക. ഈ തേനീച്ചയാണ് റാണി തേനീച്ചയായി മാറുന്നത്. ഈ റാണി തേനീച്ച ഈ റോയൽ ജെല്ലി കഴിക്കുന്നതുകൊണ്ട് മാത്രം 5 വർഷം വരെ റാണി തേനീച്ച ജീവിച്ചിരിക്കും. അതേസമയം ഫീമെയിലും മെയിലും ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 2 മാസം മാത്രമേ ഉള്ളൂ. നമുക്കും റോയൽ ജെല്ലി കഴിക്കാം. നമ്മൾ റോയൽ ജെല്ലി കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുക. നമ്മളെ എപ്പോഴും അറ്റാക്ക് ചെയ്യുന്ന ഫീമെയിൽ ബീസുകളായിരിക്കും. ഫീമെയിൽ ബീസും നമ്മളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡെത്ത് ആവുകയാണ് ചെയ്യുന്നത്. ഇവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ സൗണ്ട് കേൾക്കുന്നില്ലേ, അത് ഒരു ദിവസം 1 മിനിറ്റിൽ 11,400 തവണ അവരുടെ വിങ്സുകൾ കൊണ്ട് അടിക്കുന്നതുകൊണ്ടാണ് ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇവർക്ക് 2 ടൈപ്പിലുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഉണ്ട്. ഫുഡ് അടുത്താണ് ഉള്ളതെങ്കിൽ റൗണ്ട് ഷേപ്പിലും, ഫുഡ് ദൂരെയാണ് ഉള്ളതെങ്കിൽ 8ന്റെ ഷേപ്പിലുമായിരിക്കും ഇവരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഇതാണ് ഒരു തേനീച്ചക്കൂട്ടി നടക്കുന്ന പ്രോസസ്സ്. ഇതിനോട് ഇൻക്ലൂഡ് ചെയ്ത് ചെറിയൊരു വിഷ്വൽ ഉണ്ട്, അങ്ങോട്ടേക്ക് പോകും. അതിൻ്റെ ഉള്ളിൽ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ഹണി അവർ വിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ സിനമൺ ഹണിയാണ് വാങ്ങിച്ചത്. ഓരോ ഫീൽഡിൽ തേനീച്ചകളെ വളർത്തിയിട്ടാണ് ഈ ഓരോ ഫ്ലേവർ ഹണി അവരുണ്ടാക്കുന്നത്. സിനമൺ ഫീൽഡിൽ വളർത്തിയ സിനമൺ ഹണി ഉണ്ടാക്കാൻ പറ്റും. അതിനുശേഷം നമ്മുടെ ക്യാബിനിലേക്ക് തിരിച്ചു വന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന ഫാമിലിയോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. നമ്മളവിടെ വന്നതിന് ശേഷം അപ്പോഴാണ് ആദ്യമായിട്ട് മഴ പെയ്യുന്നത്. അതുവരെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. വട്ടവടയിൽ നിന്ന് മൂന്നാർ ടൗണിലോട്ട് 2 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങോട്ട് പോകാൻ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് നൈറ്റ് സ്റ്റേ ചെയ്തത് മൂന്നാറിലാണ്. അന്ന് രാത്രി നമ്മൾ ടൗണിൽ കുറച്ച് വോക്കിനൊക്കെ പോയി അവിടുത്തെ കടകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അവിടെ നിന്ന് ഞാനൊരു ഫോൺ കേസ് വാങ്ങിച്ചു. ഈ കോഫി ബ്രൗൺ കളർ എൻ്റെ ഫേവറേറ്റ് ആണ്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുട്ടിക്കാനം വഴി തിരിച്ചു വരാനായിരുന്നു പ്ലാൻ. പിന്നെ വരുന്ന വഴിയിൽ ഓരോ സ്ഥലങ്ങളിൽ നിർത്തി. ഇത് ഇരട്ടയാറ് എന്ന് പറയുന്നൊരു സ്ഥലമായിരുന്നു. നീ അങ്ങോട്ട് മാറിപ്പോയേ. ലാസ്റ്റ് നമ്മൾ നിർത്തിയത് പരുന്തുംപാറയാണ്. ഒരു 10 വർഷം മുന്നേ ഉള്ള ഫാമിലി ട്രിപ്പിന് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ആൻഡ് എൻ്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഒത്തിരി മാറിപ്പോയി എന്ന്. യൂഷ്വലി ഒരു ഹോം ബോഡി ആയിട്ടുള്ള എനിക്ക് ദിസ് ട്രിപ്പ് വാസ് മച്ച് നീഡഡ് ആൻഡ് ഇറ്റ് ഗിവ് സോ മച്ച് ഹാപ്പിനെസ് ടു മൈ സോൾ.